അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, മറ്റ് പ്രൊഫഷണൽ വന്ന് എത്തിപ്പെട്ടിട്ടുള്ള മാന്യ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വേദിയിലാണ് ഇരിക്കുന്നത്. ഫോക്കസ് എന്തിന്, എന്താണ് എന്ന ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാ, നമ്മളൊക്കെ ഒരുപാട് അനുഗ്രഹം കിട്ടിയവരാണ്. അനുഗ്രഹം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രധാനമായും അതിലൊന്ന്, നമ്മൾ മുസ്ലിങ്ങളായി ജനിച്ചു അല്ലെങ്കിൽ വളരുന്നു എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്, നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വലിയ പ്രൊഫഷനുകളാണ്. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി അല്ലെങ്കിൽ വിവിധ സേവന മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഫോക്കസ് എന്നുള്ള ഈ പ്രക്രിയ വളരെയധികം പ്രധാനമേറിയതാണ്. നമ്മളോട് ബന്ധപ്പെടുന്ന സമൂഹവുമായി, ജനങ്ങളുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ജീവിതം നയിക്കുന്നതോടൊപ്പം ബാക്കി സമൂഹത്തെയും അത് ബോധ്യപ്പെടുത്തുക എന്നുള്ള പരമപ്രധാനമായ ഒരു പ്രക്രിയ നമുക്ക് ചെയ്യാനുണ്ട്. സൂറത്ത് ഫുസ്സിലത്തിലെ 33-ാമത്തെ വചനം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. എന്ത് നല്ല വചനങ്ങളാണത്! ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആര്? നമ്മളുടെ ഇത്തരം വേദികളിലൂടെ നമ്മുടെ സമൂഹത്തെ ഉദ്ധരിക്കുന്ന വാക്കുകൾ പറയുന്നവരാണ് ഏറ്റവും ഉത്തമർ എന്ന് ആ ആയത്തിലൂടെ പടച്ചതമ്പുരാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എന്തിന് ജീവിക്കണം എന്നും കൂടെ നമ്മൾ ആലോചിക്കുമ്പോൾ, ജോലിക്ക് വേണ്ടിയാണോ നമ്മൾ ജീവിക്കേണ്ടത്, അതല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയാണോ നമ്മൾ അധ്വാനിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിനും ഉത്തരം അതല്ല. പടച്ചൻ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം നമ്മുടെ അവസാനത്തെ യാത്രയിലെ ശരിക്കുള്ള യാത്ര ചെയ്യാനുള്ള ഒരു പണിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. അഥവാ നമ്മുടെ ആഖിറത്ത് അത് നന്നാക്കാൻ വേണ്ടി മാത്രമാണ്. അതിനുവേണ്ടി യഥാർത്ഥത്തിൽ നമ്മൾ പണിപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ ഫോക്കസുമായി കഴിഞ്ഞ വർഷം 2 തവണ ഫോക്കസ് നടക്കേണ്ടായി പാലക്കാട്. പക്ഷെ കാര്യമായ പ്രാതിനിധ്യം ഒന്നും ഇല്ലാതെ വന്നപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി ഞങ്ങൾ മണ്ണാർക്കാട് ഇവിടെ മീറ്റിംഗ് കൂടുകയും 13/3 ഞാനും ഇസാക്കും അടക്കം കുറച്ച് പേര് പങ്കെടുക്കുകയും, എന്നാൽ അത് മണ്ണാർക്കാട്ടേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാതിനിധ്യം ഞങ്ങൾ കൂട്ടാം, കൂടുതൽ ആൾക്കാരെ ഇതിനകത്ത് ബന്ധിപ്പിക്കാൻ പറ്റും, കൂടുതൽ ആൾക്കാർക്ക് ഇതിന്റെ സന്ദേശം എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ കൂടിയ സദസ്സിൽ അരങ്ങേറുന്നത്. യഥാർത്ഥത്തിൽ ഈ എന്റെ ദൗത്യം എന്നുള്ളത് ദീർഘമായി പ്രസംഗിക്കുക എന്നുള്ളതല്ല. നമ്മുടെ മാന്യ വ്യക്തി, നമ്മുടെ ബഹുമാന പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം ഒരു പ്രധാന വിഷയത്തെ അടിസ്ഥാനമാക്കി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഒരു ഇന്ററാക്റ്റീവ് സെഷനും കൂടി ഇതിനകത്തുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വിഷയം ഒരു ഫോക്കസിൽ നമ്മൾ അവതരിപ്പിക്കുകയും അതോടൊപ്പം അതിനോടനുബന്ധിച്ച് എല്ലാ സംശയങ്ങളും നിവാരണം ചെയ്തുകൊണ്ട് വിജ്ഞാനം നേടുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശമാണ് നമ്മളുടെ ഈ ഫോക്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല ജോലികളിൽ ഏർപ്പെടുമ്പോൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക വീക്ഷണം എന്താണ് എന്ന് ശരിക്കും നമുക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ തിരക്കേറിയ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടർ ഫാമിലിയിൽപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ, അവർക്കൊന്നിനും സമയം കിട്ടാതെ വരുമ്പോൾ ഇത്തരം ഒരു വേദി അത്യാവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇപ്പോൾ ഇവിടെ പങ്കെടുത്തിട്ടുള്ള പലരുടെയും അവസ്ഥ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഡോക്ടർ നൌഷാദ് പട്ടാമ്പിന്ന് വളരെ പ്രചോദനം ഏറിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 2 കുട്ടികൾ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. അവിടുന്നാണ് അദ്ദേഹം ഇത്തരം ഒരു വേദിയിലേക്ക് ഓടി വരുന്നത്. അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും അഭിമാനത്തോടെ ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് മണ്ണാർക്കാടുള്ള എന്റെ സഹോദരൻ അല്ലെങ്കിൽ എന്റെ സുഹൃത്ത് എഞ്ചിനീയർ ഇസാഖിനെ കുറിച്ച് എനിക്ക് വളരെയധികം അറിയാം, വളരെ മുമ്പേ അറിയാം.
ഞങ്ങൾ പഠിക്കുന്ന കാലം തൊട്ടേ അറിയാം ഈ ഒരു മാറ്റം അദ്ദേഹത്തിൽ വന്നത് ഈ തൗഹീദാണ് എന്നുള്ളതും സത്യമാണ്. അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന പല ആൾക്കാർക്കും അതറിയാം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ദർശനം കിട്ടിയ ഒരു വ്യക്തിയിൽ വരുന്ന മാറ്റം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോക്കസ്. ഈ ഫോക്കസിന് എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ പ്രോഗ്രാം അതിന്റെ ഷെഡ്യൂൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം 1 മണിക്കൂർ ബഹുമാനപ്പെട്ട പണ്ഡിതൻ ഹാരിഫുൽ സലീം നമ്മളോട് പ്രയർ ദ ലൈറ്റ് ആൻഡ് സ്പിരിറ്റ് എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കി സംസാരിക്കും. അതിനുശേഷം ആ വിഷയത്തിന്റെ നിന്നുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും സംശയങ്ങൾ നിവാരണം ചെയ്യുക. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ ഭക്ഷണവും കഴിച്ച് ഇശാ നിസ്കാരം കഴിഞ്ഞ് പിരിയാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ആയിറാദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേരള നദൂത്തുൽ മുജാഹിദീൻ്റെ യുവജന വിഭാഗമായ ഇത്തിഹാദു ശുബാൽ മുജാഹിദീൻ ISM സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ ആളുകൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ഫോക്കസ് പാലക്കാട് ജില്ലയുടേതാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ആമുഖം നമ്മുടെ സുഹൃത്ത് ഡോക്ടർ നാസർ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, എഞ്ചിനീയർ നാസർ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ഇതിൻ്റെ അവസ്ഥ ഒരു ആമുഖം ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ സംസാരത്തിലേക്ക് വിഷയത്തേക്ക് പ്രവേശിക്കാൻ. സാധാരണ ഖുർആൻ്റെ ഒരു പ്രയോഗമാണ് നിങ്ങളൊന്ന് ഇരിക്കൂ, വിശ്വസിച്ചവരോട് വീണ്ടും വിശ്വസിക്കുക എന്ന് പറയും. എന്ന പോലെ നിങ്ങളെല്ലാവരും ഇവിടെ ഇരുന്നവരാണ്, നിങ്ങളിവിടെ ഇരിക്കണം എന്നൊരിക്കൽ കൂടെ ഞാൻ പറയുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, പിടിച്ചു നിർത്താൻ പറ്റാത്തത് മനസ്സു മാത്രമാണ്. ഒരു പക്ഷേ നമ്മുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോട് ഇന്ന സ്ഥലത്ത് എത്തിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ എത്തിച്ചിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സ് നാം ഉദ്ദേശിക്കുന്നിടത്ത് കേന്ദ്രീകരിച്ച് നിർത്തുക എന്നത് വളരെ ശ്രമകരമായ ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ കൂടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു സാഹചര്യത്തിന് വേണ്ടി മറ്റെല്ലാ കാര്യങ്ങളും നീക്കിവെച്ച് ഇവിടെ വന്ന ആളുകൾ 100% മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മൾ വളരെ മനസ്സ് കൊടുത്ത് കേൾക്കേണ്ട ചില കാര്യങ്ങളായതുകൊണ്ടാണ്. അൽഖസംഅ വഹുവ ഷഹീദാണ്. നമ്മുടെ സാന്നിധ്യത്തോടുകൂടെ നാം കേൾക്കുക എന്നാണ്. അങ്ങനെയാണ് ഖുർആന്റെ പ്രയോഗം, സാന്നിധ്യത്തോടുകൂടെ കേൾക്കുക. അപ്പം ആ നിലക്ക് ഒരു മനസ്സ് നിങ്ങൾ ഈ സംസാരത്തിനും വിഷയത്തിനും നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സംസാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഏറ്റവും പ്രയാസകരമായ ദിവസം ഏതാണ് സഹോദരങ്ങളെ? ഏറ്റവും ജോലിഭാരമുള്ള ദിവസമാണ്. ഏറ്റവും ജോലിഭാരമുള്ള ദിവസം, ഒരു റെസ്റ്റുമില്ലാതെ സുബഹ് കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്നത് വരെ തിയേറ്ററിലും അല്ലാത്തിടങ്ങളിലും വിശ്രമമില്ലാതെ ജോലി ചെയ്തവനാണോ ഏറ്റവും പ്രയാസമുള്ള ദിവസം? അല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ നന്നായി ജോലി ചെയ്യുന്ന ആൾ ഒന്നും ചെയ്യാതെ ഒരു പകൽ വെറുതെ ഇരുന്നാൽ അതാണ് ഏറ്റവും പ്രയാസമുള്ള ദിവസം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നന്നായി അധ്വാനിക്കുവാനും എന്തെങ്കിലും ക്രിയാത്മകമായി ചെയ്യാനും പറ്റുന്ന ഒരാൾ
കുറെ ദിവസമായില്ലേ കഷ്ടപ്പെടുന്നു, ഇന്നൊരു വിശ്രമമാവട്ടെ എന്ന് വിചാരിച്ചു വെറുതെ അങ്ങ് ഇരുന്നാൽ ആ ദിവസത്തെ പോലെ സമയം പോകാനും തള്ളി നീക്കാനും പ്രയാസമുള്ള മറ്റൊരു ദിവസമില്ലെന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഇത് നമ്മുടെ മനസ്സിന്റെ ഒരവസ്ഥയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചെയ്തിരിക്കണമെന്നാണ്. ഒരു കഠിനാധ്വാനം ചെയ്യാനുള്ള ശരീരപ്രകൃതിയും മനസ്സും അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്നു. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹം ഫമുലാഖീഹി. ഏ മനുഷ്യ, നീ അത്യധ്വാനം ചെയ്ത് നിന്റെ രക്ഷിതാവിലേക്ക് പോവുകയാണ്. ഒരു പക്ഷേ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി പുറത്ത് കടക്കാൻ പോലും ഒരു നല്ല അധ്വാനം ആ കുട്ടി ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. ഒരു കുഞ്ഞിന്റെ, ഒരു മനുഷ്യന്റെ ജനന സമയത്ത് നല്ലൊരു വേദന ആ മാതാവ് സഹിക്കുന്നുണ്ട്. അധ്വാനം മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മുടെ പേശികളും നമ്മുടെ മസ്തിഷ്കവും എല്ലാം നമ്മൾ ഇന്നും ചെയ്യുന്നതിന്റെ എത്രയോ ഇരട്ടി അധ്വാനം ചെയ്യാൻ പര്യാപ്തമായ നിലക്കാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഞാൻ ഇത് പറഞ്ഞത് സത്യത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന ഒരു അടങ്ങാത്ത ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. അത് ചെയ്താലേ നമുക്ക് സംതൃപ്തി കിട്ടൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൗതികമായ മേഖലയല്ല. ഒരു പക്ഷേ ക്ഷീണിച്ചൊരു ദിവസം വിശ്രമിച്ചാൽ അത്ര വലിയ പ്രയാസം നമുക്ക് നേരിട്ടില്ലെന്ന് വരാം. എന്നാൽ ഞാൻ പറയുന്നു, നമുക്ക് നമ്മളറിയാതെ നമ്മുടെ മനസ്സ് സമ്മതിക്കുന്ന അങ്ങേയറ്റത്തെ കടപ്പാടുകൾ നമുക്ക് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനോടുണ്ട്. അതിശക്തമായ കടപ്പാടുകളാണ്. ഞാൻ ഈ ഇരിക്കുന്ന സദസ്സിന് ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നത് അധികപ്പറ്റാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഫോണിൽ ഞാനൊരു മെസ്സേജ് കണ്ടു, നമ്മുടെ സുഹൃത്തിൻ്റെ കുട്ടി ICUവിലാണോ, ഒന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോൾ വൈകുന്നേരം ഞാനൊരു പരിപാടി കഴിഞ്ഞ് വീട്ടിലൊരു അരമണിക്കൂർ വിശ്രമിക്കാൻ കയറിയ സമയത്ത് അപ്പോൾ ഞാൻ ഉടനെ അവനെ വിളിച്ചു. എന്താണ് നോക്ക്, നിങ്ങൾ ഒരു ദിവസത്തെ ദൈർഘ്യം, രാവിലെ ഒരു തലവേദന കണ്ടു, ഡോക്ടറെ കാണിച്ചു, പീഡിയാട്രിഷ്യനെ കാണിച്ചു, ഉടനെ ന്യൂറോ സർജനെ റെഫർ ചെയ്തു, CT സ്കാൻ എടുത്തു, കുട്ടിക്ക് ട്യൂമറാണ്. അപ്പോൾ അവൻ പറയുന്നു, ഇന്നലെ ഏറ്റവും നന്നായി തുള്ളിച്ചാടി നടന്ന കുട്ടി ഇന്ന് പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലിലെ ICUവിലാണ്. ഞാനിത് പറയുന്നത് നിങ്ങളെ പേടിപ്പിക്കാനോ ഒന്നുമല്ല, കാരണം നിങ്ങൾ ഇതിനേക്കാളും സംഭവങ്ങൾ കേട്ടവരാണ്. ഞാനിത് പറയുന്നത് സഹോദരങ്ങളെ, ഏതു നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റിയ ഒരുത്തന്റെ കീഴിലാണ് ഞാനും നിങ്ങളും. നമ്മൾ ആരാവട്ടെ, നമുക്കെന്തു കഴിയട്ടെ, സഹോദരങ്ങളെ, ദുർബലതയുടെയും നിസ്സഹായതയുടെയും ചില സന്ദർഭങ്ങൾ അംഗീകരിക്കാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. ഏതെങ്കിലും ഒരു ജീവിത സാഹചര്യത്തിൽ അനേകക്കണക്കിന് നിസ്സഹായതകളെ അപാരമായ ദൈവിക സഹായം കൊണ്ട് കടന്നു പോവുകയാണ് നമ്മൾ. ഒരു പ്രഭാതമാകാൻ സഹോദരങ്ങളെ, അങ്ങേയറ്റത്തെ കാവലുകൾ പരമകാരുണ്യകൻ തന്നതുകൊണ്ടാണ് ഒരു നേരം പുലർന്നത്. ഇന്ന് നേരം പുലർന്ന് ഇന്ന് വൈകുന്നേരമാകുമ്പോൾ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ കാഴ്ചപ്പാടുമില്ലാതെ ഒരാൾ നമ്മെ കൈവെള്ളയിലേറ്റി കൊണ്ടു നടക്കുന്ന സഹായം കൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ശരിക്കണ്ട് മനസ്സിലാക്കിയാൽ എന്തെങ്കിലും ഒന്ന് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പരമദയാലുവായ അള്ളാഹുവിന് അല്പം അധ്വാനമുള്ള ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ ഒരു ദിവസത്തിൽ സംതൃപ്തി ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. എനിക്ക് മനസ്സിലാവുണ്ടാവും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിരിക്കണം. അതാർക്ക് നിറങ്ങൾ അള്ളാഹുവിനെ മനസ്സിലായവനെ, ഈ സിരകളുടെ രക്തത്തെ സഞ്ചരിപ്പിക്കുന്ന അതിസൂക്ഷ്മമായ അവസ്ഥയിൽ നമ്മൾ സൃഷ്ടികൽപ്പന ചെയ്ത, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാം തരുന്ന ജീവിക്കാനുള്ള മാർഗം അള്ളാഹുവോട് ചോദിച്ചോളൂ. പക്ഷേ അവനെ നിങ്ങൾ ആരാധിക്കണം, നന്ദി വേണം. സഹോദരങ്ങളെ, നന്ദി ഏറ്റവും വലിയ ഒരു മനുഷ്യ ഗുണമാണ്. നന്ദി രേഖപ്പെടുത്തുമ്പോൾ ഒരു നിർവൃതിയുണ്ട്. എനിക്കൊരാൾ നന്ദി പറഞ്ഞാൽ എനിക്കതിലൊരു സന്തോഷമുണ്ട്, മനസ്സിലായില്ലേ? ഒരാൾക്ക് നന്ദി പറയുമ്പോൾ ആ പറയുന്നവനൊരു സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞ ഈ നിർവൃതിയാണ് ആരാധനയിലെ, പ്രത്യേകിച്ചും നമസ്കാരത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ പറഞ്ഞു, വളരെ കൃത്യതയോടുകൂടെ 5 വക്ത് നമസ്കാരം കാര്യപ്രസക്തിയോടുകൂടെ നിർവഹിക്കുന്ന ഒരാൾ അനുഭവിക്കുന്ന അനുഭൂതി വിശദീകരിക്കാൻ പറ്റാത്തതാണ്. ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട്, എനിക്ക് കലവറയില്ലാത്ത അനുഗ്രഹങ്ങൾ തന്നവന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ്. നിസ്കാരത്തെ കുറിച്ച് എന്താ പറഞ്ഞു കാര്യങ്ങൾ? എന്നെ ഓർക്കാൻ നമസ്കരിക്കുക. അന്ന് അതിന്റെ അർത്ഥം ഒരു ദിവസത്തിൽ നാം എത്രയോ തവണ ഓർമ്മിക്കേണ്ടവരാണല്ലോ. അത് ഓർമ്മിക്കാനുള്ള ഏക പരിഹാരം യഥാർത്ഥത്തിൽ നമസ്കാരമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന്
നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രക്ഷിതാവിന് വേണ്ടി ചെയ്യാനുള്ള ഒരവസരമാണ് നമസ്കാരം. സംഗതി ഒരു 5 മിനിറ്റ് കൊണ്ട് നിർവഹിക്കാൻ പറ്റുമെങ്കിലും സഹോദരങ്ങളെ, അത് ഗൗരവപരമായി കാണുന്നവർക്ക് അതിൻ്റെതായ അവസ്ഥ നോക്ക്. നിങ്ങൾ ഏതൊരാളുടെയും ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ഒരു അശ്രദ്ധമായ തുടക്കമാണ്. എത്ര തിരക്കുള്ള ആളാണെങ്കിലും നിസ്കരിക്കുന്ന ആളെ ജീവിതം അങ്ങനെയല്ലല്ലോ. എനിക്ക് രാവിലെ എഴുന്നേൽക്കണമല്ലോ, എനിക്ക് രാവിലെ എഴുന്നേൽക്കണം. വേറെ എന്തും വൈകാം, നിസ്കാരം വൈകാൻ പറ്റും. സമയം തെറ്റിയതിന് സമയം കഴിഞ്ഞു. അപ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ രാവിലത്തെ പുതിയൊരു ദിവസം തുടങ്ങണമെന്ന കണിശമായൊരു ബോധം നമുക്ക് നൽകിക്കൊണ്ടാണ് രാത്രി നാം ഉറങ്ങുന്നത്. ഞാൻ പറഞ്ഞത്, ആ സുബഹി ശരിക്കും നിസ്കരിച്ചാൽ എന്തോ കാര്യമായ എന്തോ ഒന്ന് ചെയ്ത സന്തോഷം ലഭിക്കുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് രാവിലെ ചെറിയൊരു തണുപ്പ് മഴയൊക്കെ ഇങ്ങനെ ഉണ്ട്, രാവിലെ ശരിക്കും ഒരു 5 മണിക്ക് എഴുന്നേറ്റ് ഒരു 5:20 5:25 നമസ്കാരം പള്ളിയിൽ ഇങ്ങനെ പോയി, അതിനുവേണ്ടി വണ്ടി എടുത്ത് ഇല്ലെങ്കിൽ നടന്ന് ടോർച്ച് എടുത്ത് വീട്ടിൽ നിന്നൊന്ന് ഉറങ്ങുന്ന രാത്രി നൈറ്റ് ഡ്രസ്സ് മാറ്റി മുറ്റത്തേക്ക് ഇറങ്ങി കാറിൻ്റെ ചാവി എടുത്ത് പുറത്തിറങ്ങി ആ പള്ളിയിൽ പോയി ഒളുവെടുത്ത് ആ സൊഫിൽ നിന്ന് ഒരു 5 മിനിറ്റ് നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് എറിയുമ്പോൾ ഒരു നിർവൃതി ഉണ്ട് മനസ്സിൽ. അത് മറ്റൊരാൾക്ക് വാക്കുകളെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നൊരു സന്തോഷമുണ്ട്. അതെന്താ? ഞാൻ ഇന്ന് എൻ്റെ സൃഷ്ടാവിന് വേണ്ടി മറ്റൊരു താല്പര്യവുമില്ലാതെ ഒരു അധ്വാനം ചെയ്തുകൊണ്ടാണെന്ന് തുടങ്ങുന്നത് എന്നുള്ള നിർവൃതിയാണ്. സഹോദരങ്ങൾ, അത് അടുത്ത വക്ത് നമസ്കാരം ളുഹുറും അസറും ഇശാവും മഗ്‌രിബും ഒക്കെ ഇതേപോലെ നിസ്കരിച്ച ഒരാളുടെ ആത്മസംതൃപ്തി പറയാൻ പറ്റാത്തതാണ്. നിങ്ങൾ മറിച്ചൊരു വശം നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇത് നിസ്കരിക്കാത്ത ഒരാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം? എന്താണ് ഒരു ദിവസം ചെയ്യാനുള്ളത്? എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം? എന്താണ് ഒരു ദിവസം കൊണ്ട് നേടാനുള്ളത്? അയാൾക്ക് ഒരു നിശ്ചയവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ശരിക്കും ഞാൻ എൻ്റെ സൃഷ്ടാവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്ന ഒരാത്മസന്തോഷം നമുക്ക് ലഭിക്കാൻ നമസ്കാരം നമ്മളെ സഹായിക്കുന്നു എന്നാണ്. അത് അങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് നൽകുന്നുണ്ട് സഹോദരങ്ങളെ. അതുപോലെ തന്നെ ഈ നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ അതിനുകൊണ്ടുള്ള പ്രയോജനങ്ങളെക്കുറിച്ച് നാം പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മറ്റൊന്നെന്താ അറിയോ? ഒരു അലസമായ ജീവിതത്തിൽ നിന്നും വളരെ ചിട്ടയും വ്യവസ്ഥയും നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് മാറാൻ നമസ്കാരം നമ്മളെ സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ ദിവസത്തെയും സമയക്രമങ്ങളായി വീതിച്ചിരിക്കുകയാണ്. നമ്മുടെ വ്യവഹാരങ്ങൾക്കോ ജോലികൾക്കോ ഒരു തടസ്സവും പറ്റാത്ത വിഭജനമാണ് നമസ്കാരത്തിൻ്റെ വിഭജനം. അത് വളരെ കൃത്യതയോടെ കൂടെ ചെയ്യുമ്പോഴേ നമ്മുടെ ജോലി തിരക്കിനിടയിൽ എനിക്കിനി നിസ്കരിക്കണമല്ലോ എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ചെന്നെത്തുന്നത്. അതൊരു എനിക്ക് ളുഹർ നിസ്കരിക്കണം. നമുക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മുടെ മുമ്പിൽ ലക്ഷ്യമുണ്ട്. വാഹനം ഓടിച്ചിങ്ങനെ പോകുമ്പോൾ അടുത്ത പള്ളി ഏത്, അടുത്ത നമസ്കാരം ഏത്, അടുത്ത സമയം ഏത്? ജീവിതത്തിൽ ഒരു ചിട്ടയും വ്യവസ്ഥയും കൈവരികയാണ് സഹോദരങ്ങളെ. ഭക്ഷണം സമയത്ത് കഴിച്ചുകൊള്ളണമെന്നില്ല, ജോലി സമയത്ത് അവസാനിപ്പിച്ചുകൊള്ളണമെന്നില്ല, പക്ഷെ നമസ്കാരം സമയത്ത് നിർവഹിച്ചു കൊള്ളണം. കാരണം നമസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സമയമാണെന്നാണ്. യുദ്ധസമയത്ത് നമസ്കാരത്തെ പഠിപ്പിക്കുന്നതിൻ്റെ 4-ാം അധ്യായത്തിലെ 103-ാമത്തെ വചനത്തിൽ അത് കഴിഞ്ഞിട്ട് പറയുകയാണെന്ത്? ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് സമാധാനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നമസ്കരിക്കണം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. നമസ്കാരം സമയം നിർണയിക്കപ്പെട്ട ഒരു പ്രവർത്തനമാകുന്നു എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നു. സഹോദരങ്ങളെ, ശരിക്കും അത് കൃത്യതയോടുകൂടി നിർവഹിക്കുന്ന ആളുകൾക്ക് ആ ഒരു സന്തോഷവും നിർവൃതിയും ലഭിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഒട്ടേറെയുണ്ട്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എല്ലാം അതാണെന്ന് പറയല്ല, പക്ഷെ ചിന്തിച്ചാൽ നമുക്ക് ഖുർആനും ഹദീസും മനസ്സിലാകും. ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ. ഞാനൊരു സുഹൃത്തിനോട്, ഒരു 38-40 വയസ്സുള്ളൊരു സുഹൃത്തിനോട് ഈ വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പ് 2 മണിക്കൂർ നേരം സംസാരിച്ചു. അയാൾ എന്ന് വെച്ചാൽ ജനിക്കുന്ന സമയത്ത് തന്നെ പിതാവ് മരണപ്പെട്ടു പോയി. ഏതോ ഓർഫനേജിൽ അദ്ദേഹം വളർന്നു. ഒരു ചിട്ടയുമില്ലാത്ത, എല്ലാ അർത്ഥത്തിലും ധാരാളം ആളുകൾ ചൂഷണം ചെയ്ത് വഴിപിഴച്ച് അങ്ങേയറ്റത്തെ മദ്യപാനിയായി റോഡരികിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഏതോ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ മെല്ലെ രക്ഷപ്പെടുത്തി 150 ദിവസമായി ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം വന്നത്. പക്ഷേ എനിക്ക് പല പ്രതിസന്ധികളുണ്ട്. എന്താണ് പ്രതിസന്ധി? അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെങ്കിൽ, ഇതുവരെ മദ്യപിച്ച് നടന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയ കുടുംബത്തെക്കുറിച്ചല്ല, ഭാര്യയെക്കുറിച്ചല്ല,
തന്നെ ശപിച്ച് മാറി താമസിച്ചു പോയ ഉമ്മയെക്കുറിച്ചല്ല. അയാൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ചെയ്തതൊക്കെ പരിഹരിക്കുമെന്നാണ്. ഞാൻ ഇപ്പൊ നന്നായി, പക്ഷെ ഓരോ ദിവസവും എൻ്റെ മനസ്സാക്ഷി എന്നോട് ചോദിക്കുന്നത് ഇതുവരെ ചെയ്തതൊക്കെ പരിഹരിക്കുമെന്നാണ്. അതിനൊരു ഉത്തരം തേടിയിട്ടാണ് അയാൾ വന്നിരിക്കുന്നത്. സഹോദരങ്ങൾ, ഞാൻ വിശുദ്ധ ഖുർആൻ 1-2 ആയത്തുകൾ കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ കുറ്റബോധമാണ് എന്ത് കാര്യങ്ങൾ? തൻ്റെ തെറ്റുകൾ. നമസ്കാരത്തിന് വലിയൊരു പ്രത്യേകത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതോ ഒരാളുടെ അടുക്കൽ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് എന്തോ ചെറിയൊരു സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം അങ്ങേയറ്റത്തെ മനസ്സാക്ഷിക്കുത്തോടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്നു. നബിൻ്റെ കൂടെ അദ്ദേഹം നമസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നബിയെ ഒരു ചെറിയ അബദ്ധം സംഭവിച്ചു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞങ്ങളെ കൂടെ നിസ്കരിക്കാനുണ്ടായിരുന്നു? ആ നിസ്കരിക്കാനുണ്ടായിരുന്നു. അഖിമിസ്സലാത്ത തറഫൈൻ നഹാർ വസുലഫം മിനൽ ലൈൽ ഇന്നൽ ഹസനാത്തി യുദ്ഹിബുനസ് സയ്യിആത്ത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. അഖിമിസ്സലാത്ത തറഫൈൻ നഹാർ വസുലഫം മിനൽ ലൈൽ. നമസ്കരിക്കാം, രാത്രിയുടെ ആദ്യത്തിലും പകലിന്റെ 2 അറ്റങ്ങളിലും നമസ്കരിക്കാം. ഇന്ന സ്വലാത്ത ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുനസ് സയ്യിആത്ത്. നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുന്ന. സഹോദരങ്ങളെ, പാപമോചനത്തിന്റെ വല്ലാത്തൊരു സംഗതിയാണ് നിസ്കാരം. നിസ്കാരം എടുത്ത് പരിശോധിച്ച് നോക്കി നിങ്ങൾ. വജ്ജഹത്തുവിന് പകരം ഒരു പ്രാർത്ഥന ഉണ്ട്, അറിയാലോ. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്തായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. എന്നെയും എൻ്റെ തെറ്റുകളെയും കിഴക്കും പടിഞ്ഞാറും ഉദയസ്ഥാനവും അസ്തമയസ്ഥാനവും തമ്മിൽ എത്ര അന്തരമുണ്ടോ അത്ര അന്തരമുണ്ടാക്കണം. ആ പ്രയോഗം തന്നെ നോക്കി നിങ്ങൾ. നിസ്കരിക്കാരൻ കയ്യാണ് കെട്ടിയാൽ ആദ്യം പറയണം, അല്ലാഹുവേ എന്നെയും എൻ്റെ പാപങ്ങളെയും കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അന്തരമുണ്ടാക്കി തരണേ എന്നാണ്. അത് അവിടെ മനസ്സിലായോ? ബാക്കി ഓരോന്നെടുത്ത് നോക്കും നിങ്ങൾ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. സുജൂദും റുകൂലും അതാ പറയണത്. ഈ ആ 2 സുജൂദിന്റെ ഇടയിൽ റബ്ബി ഗ്ഫിർലി, എനിക്ക് പുറത്തു തരൂ. നമസ്കാരത്തിന്റെ സമാപനം ഒരു വലിയ പാപമോചന പ്രാർത്ഥനയാണ്. എൻ്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കണം. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു. റബ്ബേ, ഞാൻ മുമ്പ് ചെയ്തതും ചെയ്യാനിരിക്കുന്നതും രഹസ്യമായതും അമിതമായി ചെയ്തതും പരസ്യമായി ചെയ്തതും എല്ലാം എനിക്ക് പുറത്തു തരണം. എന്താ നോക്കുന്നത്? നമസ്കാരം മുഴുവൻ അതാണ്. ഈ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ ഹദീസുകൾ നോക്കുങ്ങൾ. ആഴവും പരപ്പും ഒഴുക്കൊക്കെ ഉള്ള ഒരു നദിയിൽ നിന്ന് കുളിച്ചാൽ എങ്ങനെയായിരിക്കും? ആ കുളിച്ചതിൻ്റെ ഒരു നിർവൃതി, മനസ്സിനെ കഴുകിയതിൻ്റെ ഒരു സന്തോഷം, ആത്മാവിനെ ശുദ്ധീകരിച്ചതിൻ്റെ സന്തോഷം, അത് നിസ്കരിച്ചാൽ കിട്ടുന്ന. ഞാൻ അതിൻ്റെ ഗുണങ്ങൾ ഇനിയും പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാം. സഹോദരങ്ങളെ, നമ്മൾ നിസ്കരിക്കാഞ്ഞിട്ടാണ്. അപ്പോൾ ചോദിക്കും നിസ്കരിക്കലില്ലേ? ഞാൻ പറയും, ഖുർആനിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഖുർആനിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും അംഗീകരിക്കൂ? എത്ര സ്ഥലത്തുണ്ട് അക്കീമുസ്വലാന്ന്? പക്ഷെ അക്കീമുസ്വലാന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താ അർത്ഥം അറിയോ? അക്കീമുസ്വല എന്ന് പറഞ്ഞാൽ ഇഖാമത്തു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം നേരെ നിർവഹിക്കണം എന്നാണ്. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒളുവിൻ്റെ കൃത്യത മുതൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാണ് ഞാൻ പറഞ്ഞ അല്പം മനസ്സാന്നിധ്യത്തോടെ. ഞാൻ സാധാരണ ചോദിക്കലുണ്ട്, സുഹൃത്തുക്കളെ, ജോലി കഴിഞ്ഞ് ഈ ചുടുവേനലിൽ വന്ന് ബാത്റൂമിൽ കയറി ഒരു തോർത്തുമുണ്ടെടുത്ത് ഒരു ബക്കറ്റ് തണുത്ത വെള്ളം ഒഴിച്ചാൽ ഒരു അനുഭവം ഉണ്ടാവില്ല. ഇതിന് ഒരു അനുഭവം ഉണ്ടാവില്ല, ഒരു നിർവൃതി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു തരിമ്പ് നിർവൃതി പോലും അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടി മനസ്സ് തുറന്നിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ നാം നമസ്കരിക്കുന്നുവോ? സുഹൃത്തുക്കളെ, നാം നമ്മളോട് ചോദിക്കണം. ശരിക്കും ആത്മാവിൽ വെള്ളമൊഴിച്ച അനുഭവം ഉണ്ടാവും. 5 നേരം 5 പ്രാവശ്യം. ഇത് വെറും നദിയിൽ നിന്നല്ല, ആഴവും ഒഴുക്കുമുള്ള നദിയിൽ നിന്ന് കുളിക്കുന്ന പോലെയാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കത് അനുഭവത്തിൽ ലഭിക്കണ്ടേ? ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു നിസ്കാരം. ഞാൻ സുഹൃത്തുക്കൂടെ പറയാനുള്ളത്, നിസ്കാരത്തെ ഭൗതികമായി വ്യാഖ്യാനിക്കുക നിങ്ങൾ വിചാരിക്കരുത്. വെറുതെ രാവിലെ ഒരു 4 കിലോമീറ്റർ നടക്കാനിറങ്ങുന്നവൾക്ക് ഒരു 10 മിനിറ്റ് യോഗ ചെയ്യുന്ന ഒരാൾക്കൊരു നിർവൃതി ഇല്ലേ സഹോദരങ്ങളെ? ശരീരവും ആത്മാവും ഒന്നിച്ചിടപെടുന്ന ഒരു നിസ്കാരത്തിൽ ഒരു നിർവൃതിയും തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ നമസ്കാരം പുനഃപരിശോധിക്കപ്പെടേണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനൊരു പ്രാധാന്യം യഥാർത്ഥത്തിൽ നമസ്കാരത്തിനുണ്ട്. അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വിചാരിച്ചാൽ, പൊതുവേ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. നിസ്കരിക്കുമ്പോൾ പലതും ഓർമ്മ വരുന്നു. സാധാരണ വെറുതെ ഇരിക്കുമ്പോൾ ഓർമ്മ വരാത്തും കൂടി നിസ്കരിക്കുമ്പോൾ ഓർമ്മ വരുന്നു. നിസ്കരിക്കത്തിൽ ഭക്തി കിട്ടാൻ എന്തു വേണം? എത്രയോ സദസ്സുകളിൽ നിന്ന് ഞാൻ കേട്ട ചോദ്യം, നിങ്ങൾ കേട്ട ചോദ്യം. എന്താണ് സഹോദരങ്ങളെ മറുപടി? എന്താ സഹോദരങ്ങളെ? 100 കൂട്ടം തെറ്റുകളെ കൊണ്ട് അങ്ങേയറ്റത്തെ മനസ്സാക്ഷിക്കുത്തും കുറ്റബോധവും അനുഭവിച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ അങ്ങനെ ഭക്തിയിൽ നിൽക്കാന്ന് പറഞ്ഞാൽ നടക്കൂ?
നിങ്ങൾ പറയും നടക്കൂ? ഒരു ഫലഭൂയിഷ്ടിയുമില്ലാത്ത മണ്ണിൽ എത്ര നല്ല ഫാമെന്ന് കൊണ്ടുവന്ന ഒരു ചെടി വെച്ചാലും ഉണങ്ങൻ പോലെ സഹോദരങ്ങളെ. ഭക്തിയുള്ള ഒരു മനസ്സിലെ ഭക്തിയുള്ള ഒരു നമസ്കാരം ഉണ്ടാകും. ഞാൻ ഇന്നെന്റെ ജോലിസ്ഥലത്ത് വെച്ച് അനേകം ആളുകളെ വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു, എന്റെ സമ്പത്തിൽ മായമുണ്ട്, എന്റെ രഹസ്യ ജീവിതത്തിൽ ധാരാളം തകരാറുകളുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരുത്തൻ ചെറുപ്പത്തിൽ ശീലിച്ച ഒരു നിർബന്ധത്തിന് വഴങ്ങി സഹോദരങ്ങളെ ഏതെങ്കിലും പള്ളിയിലോ ഓഫീസിന്റെ മൂലയിലോ ഒരു മുസല്ലയിട്ട് അല്പം പോലും മനസാന്നിധ്യമില്ലാതെ നിസ്കരിച്ചാൽ ഒരു പ്രാർത്ഥനയുടെ നിർവൃതി അയാൾക്ക് കിട്ടും. അപ്പൊ നിസ്കരിക്കുമ്പോൾ എന്താ ഓരോന്ന് മനസ്സിൽ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി എന്താ? നിങ്ങൾ കുറ്റബോധമാണ്. ഞാൻ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ ആരാണ് എന്ന് നമ്മുടെ മനസ്സാക്ഷി നമ്മളെ വിചാരണ ചെയ്യാണ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ. അപ്പൊ എന്തേ മാർഗമുള്ളൂ? കുറച്ചൊന്ന് നമ്മളെ ജീവിതത്തെ തിരുത്തി വന്നാലേ സഹോദരങ്ങളെ നമസ്കാരത്തിന്റെ ഒരു നിർവൃതി ശരിക്കും നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ മനസ്സിന്റെ ഒരു പ്രതിസന്ധിയാണ് പാപങ്ങളെ കുറിച്ചുള്ള കുറ്റബോധം. ആ കുറ്റബോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശരിയായ ഒരു വഴിയാണ് എന്ത്? നിസ്കാരം പരിഹാരം തന്നെയാണ്. എത്ര നിസ്കാരത്തോട് ബന്ധപ്പെടും. ഒളിവ് എടുത്താൽ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ഒളിവിന്റെ അവയവങ്ങളിലൂടെ നമ്മുടെ തിന്മകൾ കൊഴിഞ്ഞു പോകുന്നതാണ്. ഹദീസിലുള്ളതാണ് ഞാൻ പറയുന്നത്. പള്ളിയിലേക്ക് ഒരാൾ നടന്നു പോകുമ്പോൾ അയാൾ ഓരോ കാലെടുത്ത് വെക്കുമ്പോഴും ഒരു നന്മ എഴുതപ്പെടും, ഒരു തിന്മ മായ്ക്കപ്പെടും. ആലോചിച്ച് നോക്ക് നിങ്ങൾ. നിസ്കാരം കൊണ്ട് പൊറുക്കപ്പെടുന്ന അവസ്ഥ ആലോചിച്ചൊക്കെ നിങ്ങൾ. മുക്കഫിറാത്തും മാബൈനഹുന്ന എന്നാണ്. ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിനിടയ്ക്ക് സംഭവിച്ചു പോകുന്ന ചെറു തെറ്റുകൾ അതിൻ്റെ ഇടയിലുള്ള അടുത്ത നിസ്കാരം വരുന്നൂടെ പൊറുക്കപ്പെടുന്നതാണ്. എത്ര ഓഫറുകളാണ്! പക്ഷെ നമ്മൾ അതൊന്ന് മനസ്സാന്നിധ്യത്തോടെ നിർവഹിക്കണം എന്നതാണ് സഹോദരങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ പാപങ്ങളുടെ മാനസിക പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ സഹോദരങ്ങളെ, ഒരു വിശ്രമം വേണ്ടേ മനസ്സിന്? ആർക്കാണത് വേണ്ടാത്തത്? എന്തെങ്കിലും ഒരു മനസ്സിനൊരു ഉല്ലാസം കിട്ടാതെ ആർക്കാ ജീവിക്കാൻ പറ്റുക? നമ്മളൊക്കെ ജോലികളും കാര്യങ്ങളും അങ്ങനെയല്ലേ. നമ്മുടെ കുട്ടികൾക്കൊക്കെ അത് വേണം. നമ്മൾ കുട്ടികളോട് അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയുമ്പോഴും കുട്ടികളുടെ ആ പഠനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും തിരക്കിൽ അവർക്ക് ഉല്ലാസത്തിന് എന്തെങ്കിലും വേണം. അത് കൂടുതൽ ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ പേർന്ന് നമുക്കത് വേണം. അതെന്താണ് സഹോദരങ്ങളെ? അതെന്താണ്? ഞാൻ പറഞ്ഞ കളികളോ വ്യായാമങ്ങളെയോ ഞാൻ എതിർക്കുന്നില്ല, ആവശ്യമാണ് ജീവിതത്തിൽ. പക്ഷേ അതിലൊരു വ്യായാമത്തിന് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിലും എൻ്റെ സമയം ഞാൻ ശരിക്കും പ്രയോജനപ്പെടുത്തിയോ എന്ന ചെറിയൊരു കുറ്റബോധം വലിയ തിരക്കുള്ളവർക്കൊക്കെ ചിലപ്പോൾ മനസ്സിൽ തോന്നും. മനസ്സിന് ശരിക്കും വിശ്രമം കിട്ടുന്ന കാര്യങ്ങൾ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നബി സ്വല്ലല്ലാഹുവിന്റെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിട്ടുള്ള ബിലാലിനെ വിളിക്കും. യാ ബിലാൽ അരിഹ്നാ ബിഹയാ ബിലാൽ, ബിലാലെ ഞങ്ങൾക്കൊരു സമാധാനം തരൂ, റെസ്റ്റ് തരൂ, മനസ്സിനൊരു സന്തോഷം തരൂ. എങ്ങനെ സന്തോഷം തരേണ്ടത് സഹോദരങ്ങളെ? ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറയാണ്. ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കാനാണ് നിൽക്കുമ്പോൾ ജീവിതത്തിൽ വല്ലാത്തൊരു റിലാക്സേഷൻ, സന്തോഷം നമുക്ക് ലഭിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് നമസ്കാരത്തെക്കുറിച്ച് ഹദീസ് പറഞ്ഞ അസ്വലാത്തു നൂർ എന്നാണ്. അസ്വലാത്തു നൂർ എന്ന് പറഞ്ഞാൽ നമസ്കാരം വെളിച്ചമാണെന്നാണ്. വെളിച്ചത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ സഹോദരങ്ങളെ. വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇപ്പോൾ ഇവിടെ വെളിച്ചുണ്ട്, ഇതൊന്നും കൂടെ ഈ ബാക്കിയുള്ള ലാമ്പുകൾ കൂടെ തെളിയുകയാണെങ്കിൽ എത്ര അവസ്ഥയൊക്കെ മനസ്സന്നെ മാറുന്നു. വെളിച്ചത്തിൻ്റെ ശക്തി കൂടുമ്പോൾ നമ്മുടെ മനസ്സന്നെ മാറും. ഞാൻ പറഞ്ഞു, ശരിക്കും മനസ്സിൻ്റെ ഉള്ളിൽ വെളിച്ചം നിറക്കാൻ, ഇരുണ്ട് ആശങ്കകൾ നിറഞ്ഞ മനസ്സിൽ വെളിച്ചം പകരാൻ നമസ്കാരത്തിന് പറ്റും. നമസ്കാരം ശരിക്കും നമുക്ക് വെളിച്ചവും മനസ്സമാധാനവും ആശ്വാസവും നൽകുമെന്ന് പറയുന്നു. അതിലേറെ എന്തായാലും നബി സ്വല്ലല്ലാഹു പറയുന്ന ഒരു വചനമുണ്ട്, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം എൻ്റെ ഭാര്യമാരും അതേപോലെ തന്നെ സുഗന്ധവുമാണെന്നാണ്. ആ ഹദീസിന്റെ ബാക്കി എന്താ പറയുക? ബാക്കി ഖുർറത്തു ഐനി ഫിസ്വലാ എന്നാണ്. ഞാൻ ഏറ്റവും അധികം ആത്മനിർവൃതി കൊള്ളുന്നത് നമസ്കാരത്തിലാണെന്ന്, ഏറ്റവും അധികം സന്തോഷം ഞാൻ അനുഭവിക്കുന്ന നിസ്കാരത്തിലാണെന്ന്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിച്ചത് നമസ്കാരത്തിലാണെന്ന് പറഞ്ഞാൽ നമസ്കാരം ശരിയായ അർത്ഥത്തിൽ നിർവഹിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന സന്തോഷവും ആഹ്ലാദവും എത്രയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ശരിക്കും അങ്ങനത്തെ ഒരു അനുഭൂതിയോടുകൂടെ നമസ്കാരം നിർവഹിക്കാവുന്ന ഒരു പശ്ചാത്തലവും ജീവിത സാഹചര്യവും സഹോദരങ്ങളെ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഇസ്ലാമിൽ ഏറ്റവും നിർബന്ധമായി ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ ഏറ്റവും ഒന്നാമത്തായി പറഞ്ഞ യഥാർത്ഥങ്ങൾ നമസ്കാരമാണ്. വളരെ പ്രാധാന്യമാണ്. എത്രമാത്രം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, യുദ്ധസമയത്ത് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാൻ വരുന്നതിനേക്കാളും വലുതാണോ നിസ്കാരം? ആ സമയത്ത് പോലും നിസ്കരിക്കാൻ പറഞ്ഞു എന്ന് മാത്രമല്ല,
അത് ജമാഅത്തായി നിർവഹിക്കാനുള്ള രൂപങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ശത്രുവിനെ നേരിടുന്ന സമയത്ത്, ശത്രുവിന് അഭിമുഖമായി നിൽക്കുമ്പോൾ, ശത്രുവിന് അഭിമുഖമല്ലാതിരിക്കുമ്പോൾ എങ്ങനെ നിസ്കരിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് അതിൽ ഇത്ര പ്രാധാന്യം എന്ന് വെച്ചാൽ സഹോദരങ്ങൾ, അത് നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും അതിനുമാത്രം സ്വാധീനിക്കുന്നു എന്ന് ആർക്കറിയാമെങ്കിലും പടച്ചോനറിയാൻ പറ്റും. പടച്ച തമ്പുരാൻ നമുക്ക് വെച്ച സംവിധാനങ്ങളിലൂടെ മാത്രമേ നമുക്ക് ജീവിതത്തിൻ്റെ സന്തോഷവും ആഹ്ലാദവും അനുഭവിക്കാൻ പറ്റുള്ളൂ. ഈ നിസ്കരിക്കാത്ത, നമസ്കാരം നിർവഹിക്കാതെ ഒരാൾ മരണപ്പെട്ടാൽ അയാൾ അവിശ്വാസിയായി മരണപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ ആ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ സഹോദരങ്ങളെ, അതിൻ്റെ അർത്ഥത്തിലും രൂപത്തിലും നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കും. അതിലിപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, പാപങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധമാണ് മനുഷ്യന്. അതിന് ഏറ്റവും വലിയ പരിഹാരം സഹോദരങ്ങളെ നമസ്കാരം തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് നമസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു ആത്മവിശ്വാസം. എന്നാൽ ശരിക്കും ഇപ്പോൾ പരലോകമൊക്കെ മനസ്സിലാക്കിയ ആൾക്കാരെക്കാൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകുക. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, മരിക്കുന്നതോടുകൂടെ സംഭവിക്കുന്ന ഒരവസ്ഥ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മരണം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു എൻഡായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. ഒരു എൻഡായിട്ടല്ല, ഒരു മാറ്റമായിട്ടാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത്. ഒരു ചേഞ്ച്, ഈ ലോകത്തിലെ ജീവിതത്തിൽ നിന്നും പുതിയൊരു ജീവിതത്തിലേക്കുള്ള ഒരു മാറ്റം എന്നാണ് യഥാർത്ഥത്തിൽ നമസ്കാരത്തെക്കുറിച്ച് പറയുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കിലേക്കുള്ള തിരിച്ചുള്ള ഒരു യാത്ര. അപ്പം മരണം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഉറക്ക് പോലെയാണെന്ന് ഖുർആൻ പറയുന്ന സൂറത്ത് സുമർ 39-ാമത്തെ അധ്യായത്തിൽ എല്ലാവർക്കും അറിയാൻ പറ്റും. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. മരിക്കുന്നവന്റെ ആത്മാവിനെ മരിക്കുമ്പോൾ പിടിക്കുന്നു, മരിക്കാത്തവന്റെ ആത്മാവിനെ ഉറക്കത്തിലാണ് പിടിക്കുന്നത്. അപ്പോൾ ശരിക്ക് ഉറക്കം സമം മരണം എന്നാണ് പറഞ്ഞിരുന്നത്. ഉറക്കം സമം മരണം, മരണം സമം ഉറക്കം എന്ന് നമുക്ക് പറയാൻ പറ്റും. എത്ര കൃത്യമായിട്ടാണ് മരണത്തെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത് സഹോദരങ്ങളെ. പിന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ അതിൻ്റെ ഒരു അവസ്ഥ. പലപ്പോഴും നമ്മൾ കുറച്ച് ദൂരം കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പരിപാടിക്ക് വേണ്ടി പോയപ്പോൾ രാവിലെ 6 മണിക്ക് ജോലി സ്ഥലത്തേക്ക് ബൈക്കെടുത്ത് പോയ ആളെ ളുഹർ നമസ്കരിക്കാൻ ആൾക്കാർ പള്ളിയിൽ വരുന്നതിന് മുന്നേ ആക്സിഡന്റ് പറ്റി മരിച്ച് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മറവ് ചെയ്തിട്ടാണ് ആൾക്കാർ വന്നത്. എത്ര സെക്കൻഡ് കൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ജീവിത മാറ്റം നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പോൾ സത്യത്തിൽ നമ്മളെ മനസ്സിലൊരു ആശങ്കയാണ്, അവിടെ പോയ എൻ്റെ അവസ്ഥ എന്താവും, അതൊന്നും മനസ്സിലാക്കുമുണ്ടാവും കേട്ടോ. ഞാൻ പറയുന്നത് നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചൊക്കെ ശരിക്കും ഖുർആനെന്നും ഹദീസെന്നും ഒക്കെ പഠിച്ച് മനസ്സിലാക്കണം. ഈ ലേണിംഗ് ക്ലാസ്സിൻ്റെ ഒക്കെ ഒരു പ്രാധാന്യം അതാണ്. നിങ്ങൾ ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സുകളെ കുറിച്ച് ഞങ്ങൾ പറയാറുള്ളതാണ്. ശരിക്കും ആളുകൾ എന്താ വെച്ചാൽ, ഞാൻ ഇതിന് ഉദാഹരണം പറയാറുള്ളത്, സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആൾക്കാരൊരു 10-20 പൈസ കൊടുത്താൽ നമുക്ക് എന്തിനും മക്കോ മദീനയും കാണിച്ചു. ചെറുപ്പത്തിലുണ്ടായിരുന്ന സ്കൂളിലുള്ള സമയത്തുണ്ടായിരുന്നൊരു സംഗതിയാണ്. എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ആ അതിലൂടെ ഇങ്ങനെ ചെറിയ ലെൻസിലൂടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, ആ ചിത്രങ്ങൾ ഫിലിമുകൾ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ സത്യത്തിൽ ഒരിക്കലും അതൊന്നും കാണാത്ത അതിൻ്റെ തുടക്കത്തിൽ നിങ്ങളോട് ഇരിക്കാൻ പറഞ്ഞ് നിങ്ങൾ ഓർക്കുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഇപ്പം കോൺസെൻട്രേഷനോട് സംസാരിക്കണമെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ഏകാഗ്രമായ സദസ്സിൽ അങ്ങനെ സംസാരിക്കണം. കാരണം എൻ്റെ മനസ്സുമായിട്ട് 100% നീതി പുലർത്തി ഞാൻ സംസാരിക്കണം. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല യാന്ത്രികമായിട്ട്. അതുകൊണ്ട് വലിയ അത്യാവശ്യമൊന്നും ഇല്ലാത്ത ആൾക്കാർ മൊബൈൽ എടുക്കാതിരിക്കുക, സഹകരിക്കുക. നമ്മുടെ ക്ലാസ് ഇതൊരു വലിയ ദൗത്യത്തിന് വേണ്ടി ഒന്നാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് സാധാരണഗതിയിൽ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇത്ര വലുപ്പമുള്ള ഒരു സാധനത്തിലൂടെ ലെൻസിൻ്റെ ശക്തി കൊണ്ട് നമ്മളൊരു പുതിയ ലോകം കാണുന്ന പോലെ നമുക്ക് തോന്നും. എന്ന പോലെ ശരിക്കുണ്ടല്ലോ ഞങ്ങളൊക്കെ ലേണിംഗ് ക്ലാസ്സിൽ ഇങ്ങനെ ആയത്തുകൾ എഴുതിയിട്ട് ആ ആയത്തുക്ക് ഇങ്ങനെ ആൾക്കാർ നോക്കിയിരിക്കുന്നുണ്ടാൽ എനിക്ക് തോന്നുന്നത് എന്താ നിങ്ങൾ ലോകത്തൊരത്ഭുത കാഴ്ചയും ആൾക്കാർ അങ്ങനെ കാണൂല. കാരണം അത്രയും വലിയ വിസ്മയങ്ങളിലേക്കാണ് അവിടെ കണ്ണുകൾ നോക്കുന്നതെന്ന് നമുക്ക് സദസ്സക്ക് നോക്കിയാണ് മനസ്സിലാവും. കാരണം അതൊരു വല്ലാത്ത അനുഭവമാണ് സഹോദരങ്ങളെ. കണ്ണുകൾ നനയുന്നതും കണ്ണുകൾ മുഖത്ത് വികാരമായ വ്യത്യാസങ്ങൾ വരുന്നതും ശരിക്കും ഇങ്ങനെ കാണാൻ പറ്റും. കാരണം എന്താ പറയുക, അതൊരു ലോകമാണ്. ആയിരക്കണക്കിന് വചനങ്ങളിലൂടെ സ്വർഗവും നരകമൊക്കെ ഇങ്ങനെ കാണിച്ചു തരാണ്. അതിങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് നമ്മളെ ഒരു ആത്മവിചാരണയ്ക്ക് പറ്റുക. ഞാൻ നരകത്തെക്കുറിച്ച് 2 ആയത്ത് ഖുർആൻ ഓതട്ടെ. നരകത്തിലേക്ക് വരുന്നവരെ ദൂരന്ന് കാണുന്നതാണ്. ദൂരന്ന് കാണുന്ന സമയത്ത് ആ നരകം
ഗർജിച്ചു കൊണ്ടിരിക്കുന്നതാണ്. സമിഉ ലഹാ തഗയ്യുളൻ വസഫീറൻ. അപ്പോൾ നരകം പ്രതികരണ ശേഷിയുള്ള ജീവനുള്ള ഒന്നായിട്ടാണ് നരകത്തെ കുറിച്ച് പറഞ്ഞു തരുന്നത്. സൂറത്തു കാഫിൽ നിങ്ങൾക്കറിയാലോ, യൗമ നഖൂലു ലജഹന്നമ ഹലിം തലഅതി ഫതഖൂലു ഹൽ മിൻ മസീദ്. യൗമ നഖൂലു ജഹന്നം, നാം നരകത്തോട് ചോദിക്കും, ഹലിം തലഅതി, നിനക്ക് മതിയായോ, തഖൂലു ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ എന്ന് നരകം ചോദിച്ചു കൊണ്ടിരിക്കുന്ന. അർത്ഥം എന്താ സഹോദരങ്ങളെ? 2 ഹദീസും ഞാൻ പറയാം. സത്യത്തിൽ ഇവിടുത്തെ തീയിൻ്റെ 70 ഇരട്ടി ശക്തിയുള്ള നരകത്തിൽ കത്തിയെരിയാൻ ഈ മനുഷ്യന്റെ പ്രകൃതിക്ക് പറ്റൂലല്ലോ. മനുഷ്യന്റെ പ്രകൃതി മാറ്റുന്നതാണ് അവൻ്റെ. മനുഷ്യന്റെ തൊലിയുടെ കട്ടിയെപ്പറ്റി ഹദീസിൽ പറയുന്ന വാക്ക് നമ്മൾ ഹദീസിൽ പറയണം എന്താണെന്ന് വിചാരിച്ചാൽ, ഇവിടെ നിന്നൊരു 3 ദിവസം നടന്നാൽ എത്ര ദൂരം നടക്കാൻ പറ്റുമോ അത്ര കട്ടിയുണ്ട് മനുഷ്യന്റെ തൊലിക്ക്. ഞാൻ പറഞ്ഞ മരണത്തിനപ്പുറത്തുള്ള പരലോകത്തിലെ ഒരു കാര്യവും നമ്മുടെ ഭാവനയിൽ നമുക്ക് കാണാൻ പറ്റൂല. ലിർസുൽ കാഫിർ, ഒരു അവിശ്വാസിയുടെ നരകത്തിൽ കിടക്കുന്ന ഒരുത്തന്റെ പല്ലെന്ന് പറഞ്ഞാൽ ഉഹുദ് മലയോളം വലിപ്പമുണ്ട്. ഒക്കെ സ്വഹീഹായ ഹദീസുകളാണ്. ഞാൻ പറഞ്ഞത് നരകത്തെ ശരിക്ക് ഖുർആനെന്നും ഹദീസെന്നും കണ്ടാൽ നാം നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കും, എനിക്കെന്താ ഉള്ളത്? ആ ചോദ്യത്തിന് മരിക്കുന്ന സമയത്തുള്ളൊരു ഉത്തരാണ് നമസ്കാരം. ഞാനേ നിസ്കാരം സമയം തെറ്റില്ല. ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പോലും എൻ്റെ നിസ്കാരം ഞാൻ മുടക്കിയിട്ടില്ല. ഞാൻ മരണത്തിൻ്റെ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് പോലും എൻ്റെ നമസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ നമസ്കാരമല്ലാതെ വേറെന്താ സഹോദരങ്ങളിൽ? അതേപോലെ പറയാൻ പറ്റണേ? വേറെന്തെങ്കിലും? ഞാൻ പറഞ്ഞത് വല്ലാത്തൊരു ധൈര്യം നമുക്ക് നൽകുന്നതാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ. ഒരു ആത്മനിർഭരം, എനിക്കെന്തോ ഒന്ന് കൊണ്ടുപോകാനുണ്ട് എന്നുള്ള വിശ്വാസം. സാധാരണഗതിയിൽ വല്ലാത്ത നിരാശയിൽ മരണക്കിടക്കയിൽ കിടക്കുന്നവരെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുമ്പോൾ കാര്യമായി നമ്മൾ പറയാനുള്ള 2 കാര്യം. ഒന്ന് പറഞ്ഞാൽ, നിങ്ങൾ ധൈര്യമായിട്ട് കടന്നോളി, മരിക്കല്ലേ പേരാൻ സംഭവിക്കുള്ളൂ, ശിർക്കില്ലേ അള്ളാഹു നിങ്ങളെ സ്വീകരിക്കും. ഇതുവരെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു അല്ലാത്തോട് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ, ഏതെങ്കിലും അള്ളാഹുവിൻ്റെ പേരല്ലാത്ത വേറൊരു പേരെഴുതിയ നേർച്ചപ്പെട്ടിയിൽ ഒരൊറ്റ രൂപ നിങ്ങളുടേതായി നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ കയ്യിലോ കാലിലോ ചരടോ നൂലോ മന്ത്രിച്ചതില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിന്നോളൂ. ശിർക്കിൻ്റെ ഇത് സംഭവിച്ചിട്ടില്ല. അത് പറയുമ്പോൾ തന്നെ അയാൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും. രണ്ടാമത് ചോദിക്കുന്നത് വെച്ചാൽ നിസ്കാരമാണ്. ഇതുവരെ എനിക്കത് ബോധ്യപ്പെട്ട് ഞാനത് ഒഴിവാക്കിയിട്ടില്ല. സഹോദരങ്ങളെ, അള്ളാഹു തന്നെ പറയുന്നുണ്ട്, നമസ്കരിക്കുന്നവരുമായി എനിക്കൊരു ബന്ധമുണ്ട്, അല്ലാത്തവരുമായി എനിക്കൊരു ബന്ധമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ നിസ്കരിക്കുന്ന ഒരാളാണോ അയാൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു സ്വീകാര്യത ഉണ്ട് എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കൊണ്ടുപോകാൻ അള്ളാഹുവിലേക്ക് നമ്മളെ വരിഞ്ഞു മുറുക്കി കൊണ്ടുപോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നമസ്കാരം എന്ന് പറഞ്ഞാൽ, അത് ഒരു സമാശ്വാസത്തോടെ സന്തോഷത്തോടു കൂടെ കയ്യിൽ പിടിച്ചു പോകാൻ നമുക്ക് പറ്റുമെന്നാണ് സഹോദരങ്ങൾ. അതുപോലെ നമസ്കാരത്തിന് മാത്രമല്ല, പ്രാർത്ഥനകൾക്കൊക്കെ ഒരു സവിശേഷത ഉണ്ട്. എന്താ അറിയങ്ങൾ? എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ എല്ലാ കാര്യങ്ങളും ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണമെന്നുണ്ടാവും. ഇപ്പോൾ അടുത്ത കാലത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്ത്? ഈ ആൺകുട്ടികൾ പെൺകുട്ടികൾ കൂടെ ചാടി പോകുക എന്നുള്ള നമ്മുടെ നാട്ടിലെ സ്ഥിരം സമ്പ്രദായമാണ്. അപ്പോൾ രക്ഷിതാക്കളൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിൽ വന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞുകാട്ട് നമ്മളൊരു സംസ്കാരത്തിനനുസരിച്ച് ആ കുട്ടിനെ കല്യാണം കഴിഞ്ഞ് പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണമെന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറയുക, കോമൺ ആയിട്ട് വലിയ കാര്യം പറയുന്നത് മനസ്സിൽ, വീട്ടിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് തുറന്ന് പറയാൻ. ഞാൻ അയാളോട് തുറന്ന് പറഞ്ഞു. ആരോട്? തൻ്റെ ബോയ് ഫ്രണ്ടിനോട് തുറന്ന് പറഞ്ഞു. അത് തുറന്നാണ് പറഞ്ഞപ്പോൾ ഒരു ബന്ധം എനിക്ക് അയാളും അയാൾക്ക് ഇന്നുണ്ട്, വേറെ ഒന്നും അതിലില്ല, ഞങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. മനസ്സ് തുറക്കുന്നവരുടെ ഒരു അടുപ്പുണ്ടാവും. അപ്പൊ ഇനി എന്താ വെച്ചാൽ വാപ്പ പോയാലും ഉമ്മ പോയാലും മതം പോയാലും എനിക്ക് അയാൾ മതിയെന്നാണ്. കാരണം എൻ്റെ മനസ്സ് ശരിക്ക് ഞാൻ തുറന്നതാണ്. അതിപ്പോൾ വിവാഹം കഴിഞ്ഞാലും ഭാര്യ മനസ്സ് തുറക്കുന്ന ഭർത്താവിനാണ്, ഭർത്താവ് മനസ്സ് തുറക്കുന്ന ഭാര്യയോടാണ്. സഹോദരങ്ങളെ, ശരിക്കും നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ അങ്ങനെ ചെയ്തോന്നും എനിക്കറിയില്ല. രാത്രിയൊക്കെ ഇങ്ങനെ ഏകാന്തമായി എഴുന്നേറ്റിട്ട് രാത്രി നമസ്കാരമല്ലോ, രാത്രി നമസ്കാരമൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് നമുക്കുണ്ടല്ലോ കുറേ പറയാൻ. അതൊക്കെ തികച്ചും നമ്മളോട് അടുത്ത് നിൽക്കുന്ന നാഥനോട് പ്രാർത്ഥനയിലൂടെ ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ഒരു നിർവൃതി കിട്ടാണ്ട്, ആ നിർവൃതി നമസ്കാരത്തിലുണ്ട്. ശരിക്കും തുറന്ന് ഇങ്ങനെ സംസാരിച്ച് മനസ്സ് തുറക്കുന്ന ഒരു സമയമാണ് യഥാർത്ഥത്തിൽ
നമസ്കാരം, പ്രാർത്ഥനകൾ, ഏത് പ്രാർത്ഥനകൾക്കുണ്ട്. നിങ്ങൾ ആ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളൊന്നും ഇങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ മതി. ശരിക്കും എന്താണെന്ന് വിചാരിച്ചാൽ എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്നല്ല സക്കരിയ നബി പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയുടെ വചനങ്ങൾ നിങ്ങൾ നോക്കൂ. നിങ്ങൾ എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മനസ്സിലാവൂല. പക്ഷെ മനസ്സിന്റെ വേദന വെച്ചിട്ടാണ് ആ പറയുന്നത്. കാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വഷ്തഅല റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. കാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി, എന്റെ നാഥ എന്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു. വഷ്തഅല റഅസു ശൈബ, എന്റെ തലയിതാ തലരോമങ്ങളിലിതാ തീ കത്തുന്ന പോലെ മുഴുവൻ നരച്ചിരിക്കുന്നു. വലം അകും ബിദുആഇക റബ്ബി ശഖിയ, നിന്നോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരിക്കലും ദൗർഭാഗ്യവാനായിട്ടില്ല. നിന്നോട് പ്രാർത്ഥിച്ചതൊന്നും എനിക്ക് ലഭിക്കാതെ പോയിട്ടില്ല. നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് നിരാശ ബാധിച്ചിട്ടില്ല. ഫഹബ്ലി മിൻ ലദുൻക വലിയ, നിന്നിൽ നിന്നും എനിക്കൊരു അനന്തരാവകാശിയെ പ്രദാനം ചെയ്യണമേ. ഇതെന്തൊക്കെ പറയണത്? എല്ല് ശോഷിച്ചു പോയി, എൻ്റെ തല നരച്ച് കത്തുന്നു. സഹോദരങ്ങളെ, പ്രാർത്ഥനകൾ അങ്ങനെ മനസ്സ് തുറന്നു പറയണ കാര്യങ്ങളാണ്. ആ യാത്രന്റെ പ്രാർത്ഥന ഉണ്ടല്ലോ, പ്രാർത്ഥന യാത്രക്കുള്ളൊരു പ്രാർത്ഥന ഉണ്ട്. അതൊരു വല്ലാത്ത പ്രാർത്ഥനയല്ലേ സഹോദരങ്ങളെ, അല്ലേ? പിന്നെ വെള്ളത്തിൽ വീണ് മരിച്ച കുട്ടിനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്ന് കിടത്തിയിട്ട് വാപ്പ ഗൾഫിൽ നിന്ന് വന്ന് കാണുന്ന ആദ്യ രംഗം എനിക്ക് എപ്പോഴെങ്കിലും അനുഭവം ഉണ്ടാവില്ല. കുട്ടീനെ ഇവിടുന്ന് ഇങ്ങനെ ഉമ്മ കൊടുത്ത് പോയിട്ട് തിരിച്ചിങ്ങനെ വന്നിട്ട് നേരെ എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് വാപ്പക്കൊന്നും ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ആണ് കൊണ്ടുപോകാന്ന് വിചാരിക്കുന്ന സമയമാണ്. ആ പിഞ്ചോമന പൈതലിന്റെ മുഖം തുറന്ന് കാണുന്ന ഒരു സമയമുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെ ഓർമ്മ വരും നമുക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് മനസ്സിനൊരു വല്ലാത്ത ധൈര്യമാണ്. 3 വട്ടം പറയണമെന്നാണ്, 3 പ്രാവശ്യം പറയണമെന്നാണ്. വാഹനത്തിലൊക്കെ കയറിയ ഫ്ലൈറ്റിലൊക്കെ കയറിയാൽ ഉടനെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവൻ, അല്ലാഹു ഏറ്റവും വലിയവൻ. അത് പറയുമ്പോൾ തന്നെ നമുക്ക് ആത്മവിശ്വാസമായി. നമ്മൾ കുറെ പേടി കൊണ്ട് മനസ്സിലിരിക്കുകയാണല്ലോ, പടച്ചോണ്ടല്ലോ വലിയവനായിട്ട്. എന്നിട്ട് എന്താ പറയുക നിങ്ങൾ? അല്ലാഹുമ്മ ഇന്ന നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർള. പടച്ചോനെ, നിന്നോട് ചോദിക്കുന്നു, സൂക്ഷ്മതയെ ചോദിക്കുന്നു, നല്ല പ്രവർത്തനങ്ങൾ, നിനക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ, അതൊക്കെ ഈ യാത്രയിൽ സംഭവിക്കാവുന്നതാണ്. അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ലി. നിനക്ക് പറയണോ? പടച്ചോനോടൊന്ന് സഹായിക്കാൻ പറഞ്ഞാൽ പോരെ? പടച്ചോനെ, വീട്ടിൽ നീയാണുള്ളത് കാവൽ. അൻത സാഹിബു ഫിസ് സഫർ, എന്റെ യാത്രയിൽ എനിക്ക് കാവലായി നീയാണ് എന്നോടൊപ്പം ഉള്ളത്. എന്റെ വീട്ടിൽ എന്റെ പ്രതിനിധിയായി നിശ്ചയിച്ചത് നിന്നെയാണ് ഞാൻ. അല്ലാഹുമ്മ ഹബ്ബിൻ അലൈനാ സഫറനാ ഹാദാ, നാഥ ഈ യാത്ര ഒന്ന് ലഘൂകരിച്ച് തരണം. വതുബി അന്നാ ബുഅദ, ദൂരം കുറച്ച് തരണം. ദൂരം ഞങ്ങൾക്ക് നീ ചുരുക്കി തരണം. ഓരോന്നും പറയില്ല സഹോദരങ്ങളെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫർ വകആബത്തിൽ മൻദർ വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ൽ. തിരിച്ചു വരുമ്പോൾ എൻ്റെ കുട്ടികളിലും എൻ്റെ മക്കളിലും ദാരുണമായ കാഴ്ചകൾ എനിക്ക് നാഥ നീ കാണിച്ചു തരരുത് എന്ന്. എന്താണ് ആ പ്രാർത്ഥന അറിയങ്ങൾ? എന്തിനാ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണത്? ആ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ മനസ്സും കൂടെ പാകപ്പെടാൻ. വേദനകൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥന നിനക്കറിയാം. എവിടെയെങ്കിലുമൊക്കെ വേദന തോന്നിയാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന വല്ലാത്തൊരു മനഃശാസ്ത്രം ഇല്ല സഹോദരങ്ങളെ. ആ പ്രാർത്ഥനയുള്ള ഭാഗത്തൊന്ന് കൈവയ്ക്കാൻ, വലത്തേ കൈവയ്ക്കാൻ, എന്നിട്ട് പറയാൻ പറഞ്ഞു ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമത്തിൽ, അള്ളാഹുവിൻ്റെ നാമത്തിൽ. അടുത്ത വാക്കെന്താ അറിയും? അല്ലാഹുമ്മ ഇന്നി അഊദു ബിഖുദ്റതിക, നാഥ നിനക്ക് കഴിവുണ്ടല്ലോ, നിന്റെ കഴിവുകളെ മുൻനിർത്തി ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. മിൻ ശർരി മാ അജിദു, ഞാൻ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ. അവസാനിച്ചില്ല. ഇനി വരുമെന്ന് ഭയപ്പെടുന്ന കാര്യത്തിൽ. ഈ വേദന ഇനി എന്തായി മാറുമെന്നാണോ ഞാൻ ആശങ്കപ്പെടുന്നത്, അതിൽ നിന്നുകൂടെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ്. സഹോദരങ്ങളുടെ വല്ലാത്തൊരു പേര് തോന്നുമ്പോൾ ഒരു 3 വാക്ക് ഇത് പറയാൻ 7 വട്ടം പറയണമെന്നാണ്. ആദ്യത്തെ 3 പിന്നത്തെ 7. ഞാൻ പറഞ്ഞ അതങ്ങ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ അവൻ്റെ വേദന പോവും. കാരണം അതൊരു ആത്മവിശ്വാസം പകരുന്നതാണ്. ഞാൻ പറഞ്ഞ ഏത് പ്രാർത്ഥനകൾക്കും അങ്ങനെയുണ്ട്. ഇപ്പൊ നിസ്കാരം അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞ ആദ്യാവസാനം വരെ നിസ്കാരം ശരിക്കും നമ്മളാണ് നിർവഹിച്ച് കഴിയുമ്പോൾ ഒക്കെ അള്ളാഹുവിനോട് തുറന്നു പറയുന്നതിൻ്റെ ഒരു നിർവൃതി, ഒരാത്മസന്തോഷം നമുക്ക് ശരിക്കും ലഭിക്കും. അത് നമസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോജനമാണ് സഹോദരങ്ങളെ. അതിലുപരി നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ധാരാളക്കണക്കിന് പ്രതിഫലം നമുക്ക് നേടിത്തരാൻ പറ്റുന്ന ഒന്നാണ് നമസ്കാരം. എത്രയാണ് നമസ്കാരത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറയുന്നതെന്ന് കേട്ടാൽ എത്രയോ പ്രതിഫലങ്ങളാണ് നമുക്ക് നമസ്കാരം കൊണ്ട് കിട്ടുന്നത്.
ഇതൊക്കെ നമുക്ക് ലഭ്യമാകുന്ന ഈ നമസ്കാരത്തെ നമ്മുടെ ഹൃദയത്തിൻ്റെ വെളിച്ചമായി, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാത്മധൈര്യമായി നമ്മൾ യഥാർത്ഥത്തിൽ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു അനുഭവം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുമെന്നാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായി പറയേണ്ട കാര്യങ്ങളുണ്ട്. അതും കൂടെ സഹോദരങ്ങളിലേക്ക് ഞാൻ സൂചന പറയാണ്. പക്ഷേ സാധാരണഗതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു സൂറത്താണ് സൂറത്തുൽ മാഊൻ. എല്ലാവർക്കും പരിചയമുണ്ട്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. അതൊന്ന് വായിച്ച് മനസ്സിരുത്തി ആ സൂറത്തൊന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. കേട്ടിട്ടില്ലേ? ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. ഞാൻ പറഞ്ഞു, എന്ത് താക്കീതിന് വേണ്ടി പറയുകയാണെങ്കിലും ശേഷമുള്ളത് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമെങ്കിലും അതൊരായത്താണല്ലോ. നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറയുന്നത് ഒരായത്തല്ലേ ഖുർആനിൽ. അതിൻ്റെ വ്യാഖ്യാനം വിശദീകരണത്തിലേക്കൊക്കെ നമുക്ക് വരാം, ഒരു പ്രശ്നമല്ല. പക്ഷേ അവിടെ എന്താണ് പറഞ്ഞത് നിങ്ങൾ നോക്കൂ. നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ചില ആളുകളുടെ ഒരു വിചാരം എന്താ നിങ്ങൾ, നമ്മളിങ്ങനെ ഈ സമൂഹവുമായും ചുറ്റുപാടുമായും ഒരു ബന്ധമില്ലാതെ നമ്മളിങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുക, ആരാധന അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പള്ളിയിൽ ഒരു 10 ദിവസം 3 ദിവസം 40 ദിവസം 50 ദിവസം 60 ദിവസം ഇങ്ങനെ കഴിച്ചുകൂടുക. ഇങ്ങനെ നിഷ്ക്രിയത്വം സൃഷ്ടിക്കുവാൻ വേണ്ടി ആരാധനയ്ക്ക് ക്ഷണിക്കുന്ന ആരാധനത്തിന് ഒരു എസ്കേപ്പിസം, രക്ഷപ്പെടാനുള്ള മാർഗം, കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ജോലിത്തിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള ഒരു മാർഗമായി നമസ്കാരത്തെയും ആരാധനകളെയും സ്വീകരിക്കുന്നതാണ്. ഇപ്പം എന്തേ നിസ്കരിക്കാനല്ലേ, പള്ളിയിലിരിക്കല്ലേ എന്നാണ്. സഹോദരങ്ങളെ, ശരിക്കും ആ സൂറത്തൊന്ന് വായിച്ചു നോക്കുക നിങ്ങൾ. എന്താണ് അതിൻ്റെ തുടക്കം? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കുന്നവരെ, വ്യാജമാക്കുന്നവരെ നിങ്ങൾ കണ്ടുപോകുന്നതാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. എന്താ കാര്യം? അനാഥയെ ആട്ടിയോടിക്കുന്ന ആള്. എന്താ അതിൻ്റെ കാര്യം സഹോദരങ്ങളെ? ഒരു അവശതയും പ്രയാസവും പ്രതിസന്ധിയും അനുഭവിക്കുന്ന ഒരാളെ ഒന്നും മൈൻഡ് ചെയ്യാനോ അയാളെ പ്രശ്നങ്ങൾ ഒരു മനസ്സിൽ ഒരു ഫീലിങ്ങോ നമുക്ക് ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മളിൽ എന്ത് വിശ്വാസം, നമ്മളെ പരിവർത്തിപ്പിക്കുന്ന ഒരു വിചാരം പോലും സൃഷ്ടിക്കാൻ കഴിയില്ലെങ്കിൽ എന്താണ് നമ്മുടെ ദീനിന്റെ അടിസ്ഥാനം എന്ന് ചോദിക്കണേ. ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് തൻ്റെ വിശ്വാസത്തോടൊപ്പം ഒരു നല്ല മനസ്സും രൂപപ്പെട്ടു വരുന്നുണ്ട്. എന്നിട്ടാണ് പറയുന്നത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. എന്താണ് സഹോദരങ്ങളെ? കൃത്യമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ 5 നേരം പോയി പിന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് കൃത്യത പാലിച്ച് അതിന് എല്ലാ ആൾക്കാരുടെ മുന്നിലും പിന്നെ 5 നേരം പള്ളിക്ക് പോകണം ഇങ്ങനെ ജനങ്ങൾ കാണുന്നു, നമ്മളത് നിർവഹിച്ച് തിരിച്ചു വരുന്നത് ആളുകൾ കാണുന്നു. അങ്ങനത്തെ ഒരുത്തനിൽ അവൻ്റെ വിശ്വാസത്തിനും അവൻ്റെ സമീപനങ്ങൾക്കും എതിരായ കാര്യങ്ങൾ കാണുമ്പോൾ എന്തിനാണ് ഈ നിസ്കാരം എന്നൊരു ചോദ്യമുണ്ട്. എന്താ നിസ്കരിച്ചിട്ടുണ്ട്? വവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാകുന്നതാണ്. അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. എന്തേ നിസ്കാരം? അവർ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് നമസ്കരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഞാൻ നിസ്കാരക്കാരനാന്ന് കാണിക്കാനല്ല. എന്ത്? നമസ്കരിക്കുന്ന ഒരു മനുഷ്യനിലുണ്ടാകുന്ന ഒരു ചൈതന്യവും ജീവിതത്തിലില്ലാതെ എന്തിനയാൾ നമസ്കരിക്കുന്നു? അയാളുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ ആ നമസ്കാരങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഒരു നമസ്കാരക്കാരനെന്ന കേവലം ഒരു നാമത്തിൽ സമൂഹത്തിൽ ഒരു അംഗീകാരത്തിന് വേണ്ടിയല്ലേ ആ നമസ്കാരം? വയം അല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ, അതാ സൂറത്തിന്റെ പേര്. എന്താണ്? ഏതെങ്കിലും ഒരാൾ പ്രത്യേകിച്ച് നഷ്ടം വരാത്തൊരു പരോപകാര വസ്തു ചോദിച്ചാൽ പോലും കൊടുക്കാനുള്ള മനസ്സ് അയാൾക്കില്ല എന്നാണ്. നമ്മൾ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളെ പരലോകത്തെക്കുറിച്ചുള്ള ബോധമാണ്, എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്താൽ പ്രതിഫലം കിട്ടുന്നുള്ള ബോധമാണ് നമ്മളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് നഷ്ടം വരാത്തൊരു വസ്തു ഒരാൾക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സും കൂടി ഇല്ലെങ്കിൽ അയാൾക്ക് എന്തിനാ നിസ്കരിക്കണമെന്നാ ചോദിക്കണം. അല്ല നിസ്കാരം. അപ്പൊ നമസ്കാരം എന്ന് പറഞ്ഞാൽ ജീവിതത്തെ പരിവർത്തിപ്പിക്കേണ്ട ഒന്നാണ്. ഇപ്പൊ നമ്മൾ നിസ്കാരമൊക്കെ ഉണ്ട്, പക്ഷെ പരിചയവുമായി മറ്റു ജീവിതത്തിലെ തോന്നിവാസങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നുവെങ്കിൽ ആ നമസ്കാരം നമ്മളെ പരിവർത്തിപ്പിക്കാത്ത നമസ്കാരമാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരം ചീത്ത പ്രവർത്തികളിൽ നിന്ന് മനുഷ്യനെ തടയുമെന്നാണ്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ ഈ കാര്യങ്ങൾ വെച്ച് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ നമസ്കാരം അല്പം കൂടെ ഏകാഗ്രതയോടുകൂടെയും ആവശ്യബോധത്തോടുകൂടെയും നമ്മൾ നിർവഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഇതുവരെ കിട്ടാത്ത എന്തൊക്കെയോ നമസ്കാരത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ
ഒരു പക്ഷേ എൻ്റെ ഈ ഹ്രസ്വമായ സംസാരം കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തുടക്കം മുതൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ശരിക്കും നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാൻ പറ്റുന്ന, നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റുന്ന, നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന, ഇരുട്ടുകളിൽ നിന്നും നമ്മുടെ മനസ്സിന് വെളിച്ചം പ്രദാനം ചെയ്യുന്ന എന്തോ ഒന്ന് എൻ്റെ കൈവശമുണ്ടെന്ന ആത്മവിശ്വാസത്തോടെ പരലോകത്ത് യാത്ര പോകാൻ പറ്റുന്ന, നാളെ പരലോകത്ത് ഒട്ടനവധി പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുന്ന, മനസ്സ് തുറന്ന് അള്ളാഹുവോട് പറഞ്ഞതിന്റെ നിർവൃത്തി അനുഭവിക്കാൻ പറ്റുന്ന ആശ്വാസവും സമാധാനവും നൽകുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ നമസ്കാരം. അതുകൊണ്ടാണ് ഖുർആൻ വളരെ പ്രാധാന്യപൂർവ്വം നമ്മളിത് പഠിപ്പിച്ചത്. ഇൻഷാ അള്ളാഹ് നമസ്കാരത്തിന്റെ രൂപങ്ങളെക്കുറിച്ചും അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചുമാണ് അടുത്ത നമ്മുടെ ഫോക്കസിൽ സംസാരിക്കാൻ ഇരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, എത്രയോ വർഷങ്ങളായി നമ്മൾ നിസ്കരിക്കുന്നു. ഒരാളെ നമ്മോട് ചോദിക്കാറുണ്ട്, ആദ്യം ഒതു കൊടുക്കുമ്പോൾ കൈ കഴുകുമ്പോൾ 2 കൈയും കഴുകണോ, ഒന്നിച്ച കഴുകണ്ട, അത് ഓരോ കൈയും 3 പ്രാവശ്യം കഴുകണോ എന്ന് ഒരാൾ ചോദിച്ചാൽ നമ്മൾ ഒതുക്കെ എടുക്കുന്നുണ്ടാവും. പക്ഷെ നമുക്കൊരു കൺഫ്യൂഷൻ ആവാൻ സാധ്യത. അതുകൊണ്ടാണ് കേട്ട് പഠിച്ചതും മനസ്സിലാക്കിയതും ഒരു പഠനം ശരിയായ രൂപത്തിൽ പഠിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു ആശയക്കുഴപ്പമുണ്ടാകാൻ. ഇപ്പം എന്നും ഒരു 5 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റിയ ഒന്നു നമുക്ക് എന്തുകൊണ്ട് ശരിക്കും പഠിച്ചുകൂടാ? ഒരു അല്പം സമയം മെനക്കെട്ടാൽ കിട്ടുന്ന നമസ്കാരം, ശരിയായൊരു നമസ്കാരം നമുക്ക് എന്തുകൊണ്ട് ശീലിച്ചുകൂടാ, പഠിച്ചുകൂടാ? അതിൻ്റെ ഒരു അവസരമാണ് നമസ്കാരത്തിൻ്റെ രൂപത്തെക്കുറിച്ചുള്ള സംസാരം. സഹോദരങ്ങളെ, അതിൽ കൂടെ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഈ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട ചില വശങ്ങൾ ഞാൻ പരാമർശിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമസ്കാരത്തിൻ്റെ യഥാർത്ഥമായ ചൈതന്യം ഉൾക്കൊള്ളുവാനും അതിൻ്റെ എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒത്തുചേരൽ, ഈ സംസാരം ഒരു പുണ്യകർമ്മമായി അള്ളാഹു നമ്മളൊന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സംസാരം പോലെ തന്നെ പ്രധാനമാണ് ഇനിയുള്ള ചർച്ച. ഈ ചർച്ചയിൽ നിങ്ങൾ പങ്കെടുക്കണം. ഈ നമസ്കാരത്തെ രൂപങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. കാരണം നമ്മുടെ അടുത്ത ക്ലാസ് അതിനെക്കുറിച്ച് മാത്രമുള്ളതാണ്. നമ്മൾ ഞാനിവിടെ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും നമ്മുടെ മനസ്സുമായും നമ്മുടെ ആത്മീയ ജീവിതവുമായും വിശുദ്ധിയുമായും നമസ്കാരവുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുള്ള അവസരമാണ്. ചർച്ചയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇവിടെ പറയും.